ദണ്ട ഈ ചെകുത്താൻ ചത്തു എന്നായിരുന്നു ഞാനടക്കമുള്ള നമ്മുടെ നാട്ടിലെ സകല ജിഹാദികളും വിചാരിച്ചിരുന്നത് അല്ലേ. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവൻ ചത്തിട്ടില്ല, ഇതിന് പകരം ഇവൻ ഒരു ലൈവിൽ വന്ന് കുറെ സംസാരിച്ചു പോയതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചത്തിട്ടില്ല, ഏതോ ബങ്കറിലോ അല്ലെങ്കിൽ ഏതോ ജർമ്മനിയിലോ ഏതോ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് തൽക്കാലം നമ്മുടെ ഈ എന്താ പറയുക ഇബിലീസ് മുങ്ങിയിട്ടുണ്ട് എന്നാണ് ആളുകൾ വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പം ഇവൻ്റെ കയ്യിൽ 6 വിരലുണ്ട്, 5 വിരലുണ്ട്, 7 വിരലുണ്ട്, ഇവൻ്റെ ചുണ്ടുകൾ കറക്റ്റ് അല്ല, ഇവൻ്റെ പല്ലുകൾ കറക്റ്റ് അല്ല, ഇവൻ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് വേറെ കുറെ അമേരിക്കക്കാർ എന്നെ പുറത്തോട്ട് വന്നു. അപ്പം ഈ ഒരു തിയറി അതല്ലെങ്കിൽ ഇവനെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ട് ഒടുങ്ങണേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ജിഹാദികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർ മാത്രമല്ല, മറ്റ് പല ആളുകളും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കുറേ പേര് ഇതെടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. കയ്യിൽ 6 വിരലുണ്ട്, കൈൻ്റെ 6 വിരലിൻ്റെ ഇപ്പുറത്ത് വേറൊരു വിരലുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് മറ്റ് ചില ഈ എന്താ പറയുക തിയറീസും കൂടെ പുറത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് ആ 2-3 തിയറിയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കണ്ടു നോക്കാം. ചത്താലും ചത്തിട്ടില്ലെങ്കിലും ചാവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ക്യൂരിയോസിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത് സംഘികളും ക്രിസംഗികളും മുസംഗികളും ഇത് കണ്ട് വെറുതെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. നിങ്ങൾ തന്ത ജീവനോടെ തന്നെ ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ചോളൂ. നമ്മൾ അതിനൊക്കെ തന്നെ വിചാരിക്കുന്നത്. എങ്കിലും ഇതിലെ മറ്റ് ചില തിയറീസ് പാവപ്പെട്ട ജിഹാദികൾക്കും സുഡാപ്പികൾക്കും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേക്കട്ടെ. ദേശവിരുദ്ധരൊക്കെ അല്ലേ, അവരൊന്ന് കണ്ട് ഒരു മനസ്സുഖം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ചെകുത്താൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും പുതിയ വീഡിയോ ദൃശ്യങ്ങളാണ്, കൃത്രിമമാണ്, AI ക്രിയേറ്റഡ് ആണ് എന്നൊക്കെയാണ് പല ആളുകളും ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക, ജിഹാദികളല്ല, ഇത് കണ്ടുപിടിച്ചത് അമേരിക്കൻ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ മറ്റു പല വിദഗ്ധരായിട്ടുള്ള ആളുകളുമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ, ഇത് കറക്റ്റാണോ എന്ന് കണ്ടുപിടിച്ചത്. അത് ഏറ്റെടുത്തു, നമ്മളടക്കമുള്ള ജിഹാദികൾ അത് ഏറ്റെടുത്തു എന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം കയ്യിൽ 6 വിരലുകൾ നിങ്ങൾ തന്നെ നോക്കണത്. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ കയ്യിൽ 6 വിരൽ കാണുന്നുണ്ട്. അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ 5 വിരലുണ്ട്, താഴത്ത് പിന്നെ ഒരു വിരലും കൂടെ ഉണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് അത് വിരലായിരിക്കില്ല, ചിലപ്പോൾ അപ്പുറത്തെ മൈക്കിൻ്റെ വല്ല നിഴലോ അതല്ലെങ്കിൽ കൈയുടെ ഈ മുഷ്ടിയുടെ ഈ ഭാഗം വരുന്ന നിഴലൊക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നോർമൽ യൂഷ്വലി ഇത്തരത്തിലുള്ള ഒരാൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം വളരെ കുറവാണ് ഉണ്ടാവാറ്. പിന്നെ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് AI ക്രിയേറ്റഡ് ചെയ്യുന്ന സമയത്താണ്. AIയിൽ നമ്മൾ ചിലപ്പം നമ്മുടെ വിരലിൽ നമ്മുടെ കയ്യിൽ 5-ന് പകരം 10 വിരലൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു കണ്ണിന് പകരം 2 കണ്ണിന് പകരം 4 കണ്ണുകളൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. ഇങ്ങനത്തെ ചില മിസ്റ്റേക്കുകൾ ഇപ്പോഴും AI നമ്മുടെ ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും വരുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഇതെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, മറ്റ് ചില സീക്വൻസിൽ കൈ ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കൈയുടെ ആ ഒരു വലുപ്പത്തിലെ വ്യത്യാസങ്ങൾ, വിരലുകളുടെ വലുപ്പത്തിലെ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരേ വലുപ്പത്തിലുള്ള 5 വിരലുകളാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള ഡിഫോമിറ്റീസ് അയാളുടെ കൈക്ക് മുമ്പ് ഉണ്ടായിരുന്നോ എന്നാണ് പല ആളുകളും പിന്നെ ചിന്തിച്ചത്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡിഫോമിറ്റി ആളുടെ കയ്യിൽ കാണുന്നത്. ഇതും യൂഷ്വലി AI ഇമേജസിൽ അല്ലെങ്കിൽ AI വീഡിയോസിലും പുറത്തോട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ആളുകളെല്ലാവരും കൂടെ അത് AI ആണ് അതല്ലെങ്കിൽ AI ക്രിയേറ്റഡ് ആണ് എന്നുള്ള ചിന്തകൾ വന്നത്. അപ്പം ഇപ്പം അമേരിക്കൻ യൂട്യൂബേഴ്സ് തന്നെ അല്ലെങ്കിൽ അമേരിക്കൻ വ്ളോഗേഴ്സും മറ്റ് രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളും പറയുന്നത് ഒന്നുകിൽ ചെകുത്താൻ തട്ടിപ്പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ചെകുത്താൻ എവിടെ പടമായി കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടമാവാറായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളിലൂടെ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു AI ക്രിയേറ്റഡ് വീഡിയോ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇയാളുടെ സംസാരത്തിലെ പല്ലുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ പല്ലുകളുടെ ചുണ്ടുകളുടെയും പല്ലുകളുടെയും ഇടയിൽ വരുന്ന ചില പ്രത്യേക സീക്വൻസിലൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് അൺയൂഷ്വൽ ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ടാണ് ഇത് കാണുന്നത് എന്നാണ് പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ഇതിൽ പറയുന്നത്. അതുമാത്രമല്ല, സാധാരണഗതിയിൽ വളരെ ഹൈ റെസൊല്യൂഷനുള്ള വീഡിയോസാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് വരാറ്. പക്ഷേ ഇപ്രാവശ്യം ഇവരിത് പുറത്തോട്ട് വിട്ടത് ലോ റെസൊല്യൂഷനുള്ള വീഡിയോ ആണ്. അത് തന്നെ ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് പുറത്തോട്ട് വിട്ടത് എന്നും മറ്റു ചില ആളുകളും പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ AI ക്രിയേറ്റഡ് ആണ്, AI അതൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ മറ്റ് ചില കാര്യങ്ങൾ അമേരിക്കയിൽ നടന്നത്, ഈ ഒരു ന്യൂസ് പുറത്തോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ന്യൂസിൻ്റെ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയുമായിട്ട് അവിടെ നിന്നൊരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു കോൾ വരികയാണ് അങ്ങോട്ട്. അതായത് പ്രസിഡന്റ് ട്രംപിന് ഇമ്മീഡിയറ്റ്ലി നിങ്ങളൊരു സംസാരിക്കണം, ഈ ലൈവ് ഇൻ്റർവ്യൂ ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അയാൾ അവിടെ വന്ന് ഇരുന്ന് ആ ഇൻ്റർവ്യൂ ആൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിറച്ചുകൊണ്ട് സംസാരിച്ച് വാക്കുകൾ കിട്ടാണ്ട് ഇടറി സംസാരിച്ച് പോകുന്നതും നമ്മൾ കണ്ടു. ഇത്
ഈ ഒരു മരണവാർത്ത അറിഞ്ഞിട്ടാണ് അറിഞ്ഞ് ഇതിനി ഏത് രീതിയിൽ അമേരിക്കനും ഇസ്രായേലും യുദ്ധത്തിൽ ബാധിക്കും, ഏത് രീതിയിൽ അമേരിക്കയുടെ സാമ്പത്തികമായിട്ടും മറ്റ് പല രീതിയിലും യുദ്ധത്തിനെ ബാധിക്കും എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് ആളുടെ വാക്കുകൾ ഇടറിയത് എന്നും ചില വിദഗ്ധർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഏതായാലും ആ ഇന്റർവ്യൂയുടെ ഭാഗങ്ങളൊന്ന് കേട്ടിട്ട് വരാം. Okay, no problem at all. See you shortly, Mr. Secretary. You can work that in. Mr. Secretary, I have to say, it's a first, I'm sure, a loss as well, that an interview is pulled away to go to the situation. 22 കഴിഞ്ഞ സ്റ്റോപ്പ് ചെയ്ത ഇന്റർവ്യൂ പിന്നെ 12:17 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണിക്കൂറോളം അവിടെ ഗ്യാപ്പ് വന്നു. അങ്ങനെ ആള് സംസാരിച്ച് തിരിച്ചു വന്ന ആളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആളുടെ വാക്കുകളുടെ വിറയലും അല്ലെങ്കിൽ ഒരു ഷേക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. Okay, no problem at all. See you shortly, Mr. Secretary. You can work that in. Mr. Secretary, I have to say, it's a first, I'm sure, a loss as well, that an interviewee's been pulled away to go to the Situation Room. How was the president? Was he stressed? No, the president is in great spirits. The Iranian mission is proceeding well ahead of schedule, and I have to tell you, Wolf, that I've a teenager who's considering military service, and I could give this team my highest compliment, from President Trump to the head of the Joint Chiefs to the Secretary of War. I would say that I would trust my child's life in their hands. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സിയും അല്ല ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഈ ഒരു കാരണങ്ങൾ അതിൻ്റെ ഇടയിലോട്ട് ആളുകൾ ഇപ്പം എടുത്തിട്ടിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ട്വിറ്ററിലൂടെ ഇങ്ങനൊരു, അതായത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ നമ്മൾ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേജിൽ നിന്നും ഇങ്ങനൊരു ന്യൂസ് കൂടെ വന്നിരുന്നു. അതായത് ഇങ്ങനൊരു കാര്യം ഇല്ല എന്നും പറഞ്ഞിട്ട്, പക്ഷേ അതിലെ അൺയൂഷ്വൽ ആയിട്ടുള്ള വേർഡിങ്സും കൂടെ ആളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇതിൽ പറയുന്നത്, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നെതന്യാഹുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് സ്ഥിരീകരിക്കാനായിട്ടില്ല, അൺകൺഫേംഡ് എന്നുള്ളത്. അതല്ല, അതിന് കംപ്ലീറ്റ്ലി ഡിനേ ചെയ്യാത്ത രീതിയിലായിരുന്നു ആദ്യത്തെ ഒരു മെസ്സേജ് ഈ പ്രൈം മിനിസ്റ്ററുടെ പേജിൽ വന്നത്, അൺകൺഫേംഡ്. നമ്മളൊരു മരിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് കൺഫേംഡ് ആണെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ്ലി അതിന് നിരാകരിച്ച് അത് ഡിക്ലൈൻ ചെയ്ത് കളയാറ് അല്ലേ, അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കും. പക്ഷേ അൺകൺഫേംഡ് എന്നുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്തത് വളരെ വിചിത്രമായിട്ടാണ് പല ആളുകളും പറയുന്നത്. പിന്നെ കുറഞ്ഞ സമയത്തിനൊക്കെ ഈ ഒരു സംഭവം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു പേജിൽ നിന്ന് ഇങ്ങനൊരു മെസ്സേജും കൂടെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ആളുകളെ സംശയം, അതായത് ആളുകൾ ഇനി മരിച്ചിട്ടില്ലെങ്കിലും കോമയിലോ മറ്റേതോ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്തോ രീതിയിൽ കിടക്കുന്നുണ്ട് ആളെ. അതിനുശേഷമാണ് നെതന്യാഹുവിൻ്റെ ഫ്ലൈറ്റ് ജർമ്മനിയിൽ കണ്ടതും ആളുടെ ഫ്ലൈറ്റ് ജർമ്മനിയിൽ കാണാൻ ഇടയുണ്ടായി. അപ്പം ആളെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയെന്നോ അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരാനുള്ള ഒരു 3-4 കോൺസ്പിറസി തിയറീസാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത്. ഇനി അതല്ലാണ്ട് ഇന്നിപ്പം നമുക്കറിയാം, എന്താ പറയുക, അമേരിക്ക ഏത് രീതിയിലാണ് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ സമ്പത്തിൻ്റെ 90% എടുക്കുന്ന, അല്ലെങ്കിൽ ഒരു എണ്ണയുടെ 90% ദ്വീപ് വരെ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് അമേരിക്ക. പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ അങ്ങ് പറയാൻ പറ്റും. ഗാർക്ക് ഐലൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഒന്നുമില്ല, ഇറാൻ അതിന് തടുത്തോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പത്തെ യുദ്ധത്തിൽ ഇറാഖ് യുദ്ധത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഇറാൻ്റെ ഫോഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്തൊരു സ്ഥലം അത് ഈ ഒരു ഗാർക്ക് ഐലൻഡ് ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഇറാഖ് ആക്രമിക്കാൻ ട്രൈ ചെയ്ത സ്ഥലം ഇതേ ഐലൻഡ് തന്നെ ആയിരുന്നു. കാരണം ഈ ഐലൻഡിലോട്ടെ റിഫൈനറീസിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ക്ഷതമേറ്റി കഴിഞ്ഞാൽ ഇറാൻ സാമ്പത്തികമായിട്ട് തളരും, കംപ്ലീറ്റ്ലി തളരും. നമ്മൾ എത്ര സൈനിക ശക്തി ഇപ്പോൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലോട്ട് അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ തടുക്കാൻ ഇറാന് പറ്റിയിട്ടില്ലെങ്കിൽ, ഇറാൻ ഓൾറെഡി ഉപരോധങ്ങളുള്ള രാജ്യമാണ്, ഈ ഒരു സംഭവം കൂടെ നടന്നു കഴിഞ്ഞാൽ തളർച്ച വളരെ വലുതായിരിക്കും ഇറാന് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി മാക്സിമം നിങ്ങൾ കണ്ടോ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. മാത്രമല്ല, ഇതിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ മാക്സിമം ഫോഴ്സ് അവർ എടുക്കും എന്നുള്ളത് നമുക്കറിയാം. കാരണം അവരുടെ കയ്യിൽ അത്രയും ഐറ്റങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ ഫ്യൂവൽ ടാങ്കർ ജെറ്റ് തീർന്ന് പൊളിഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടു. അതായത് KC-135 എന്ന് പറഞ്ഞിട്ടുള്ള ടാങ്കർ, അതായത് ഫ്യൂവൽ ടാങ്കർ ഇറാഖി സായുധ സേനയാണ് അത് തകർത്തത് എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് പുതിയ റിപ്പോർട്ട് വരുന്ന അനുസരിച്ചിട്ട് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 5ഓളം
KC-150 സ്ട്രാറ്റോ ടാങ്കേഴ്സ് അതായത് പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സെൻട്രൽ കമാൻഡ് തന്നെ പറയുന്നത്, അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അത് കൺഫേം ചെയ്തിട്ടുണ്ട്. സംഭവം ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അവരിപ്പോഴും അത് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അടക്കം 6ഓളം ഈ KC-135 വിമാനങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ഇന്നലെ ഒരു ദിവസം ഇന്ന് രാത്രിയുടെ ഇടയ്ക്കും പൊട്ടിപ്പൊളിഞ്ഞു പോയതായിട്ട് കാണുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്ന് UAE-യിലുള്ള അൽദഫ്ര US ബേസ് ഉണ്ട് അല്ലേ, അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ഇമേജസ് ഇന്നലെ വന്നിട്ടുണ്ട്. അതായത് മെനഞ്ഞാന്ന് രാത്രിയാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നാണ് പറയുന്നത്. മെനഞ്ഞാന്ന് രാത്രി ഇതിൻ്റെ ഒരു ഇമേജസാണ് നമ്മൾ ഈ കണ്ടത്. അതായത് സാറ്റലൈറ്റ് ഇമേജസിൽ കാണാൻ പറ്റും അവിടുത്തെ സൈനിക ബേസാണ് നമ്മൾ ഈ കാണുന്നത്. ആ വൈറ്റ് നിറത്തിൽ നിങ്ങൾ കണ്ട സ്പോട്ടുകളൊക്കെ US സൈനികരുടെ താവളങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമാണെന്നാണ് കാണുന്നത്. അതിനുശേഷം ഇന്നലത്തെ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ഇമേജുകളാണ്. ആ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ്ലി ചിന്ന ഭിന്നമായി പോയിട്ടുണ്ട്. അവിടെ ആ പറഞ്ഞ ഒരു ബിൽഡിങ്ങുകൾ ഇല്ലാത്ത രീതിയിലും ഒരു വലിയ ഒരു ഗർത്തം, ഒരു ബ്ലാക്ക് കളറിൽ ഗർത്തം നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മിക്കവാറും ഇറാൻ്റെ കൊറംഷെയർ പോലത്തെ ഏകദേശം 1500-1700 കിലോ വരുന്ന മിസൈൽ പതിഞ്ഞിട്ടാണ് ആ ഒരു ഏരിയ തന്നെ ഇല്ലാണ്ടായി പോയതും. അത് വീണ ഗർത്തമാണ് അത് കാണുന്നത് എന്നാണ് പറയപ്പെടുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അത് സാറ്റലൈറ്റ് ഇമേജസ് ആണ്, ആരും ഉണ്ടാക്കിയ AI ഇമേജസും AI വീഡിയോസും ഒന്നുമില്ല. അപ്പം ഈ സമയത്തും ഒരുപാട് പേര് ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അമേരിക്കൻ പട്ടാളക്കാരുടെ എന്നാണ് ഇപ്പം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നലത്തെ ഒരു ദിവസം ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇറാൻ്റെ തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങളും വളരെ വലുതായിരുന്നു. കഴിഞ്ഞ ദിവസം ഏകദേശം 28ഓളം സ്ഥലങ്ങളിലായിട്ടാണ് ഇറാൻ്റെ മിസൈലുകൾ ടെല്ലവീവിലും ഹൈഫയിലും പതിച്ചിട്ടുള്ളത്. വലിയൊരു ഭാഗം ഈ 2 സ്ഥലങ്ങളും തകർത്തിട്ടുണ്ട്. ഒരുപാട് ബങ്കറുകൾ തകർത്തിട്ടുണ്ട്. ഈ ബങ്കറുകൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇമേജസ് എടുത്ത ആളുകളെ അല്ലെങ്കിൽ അവിടുത്തെ ഇസ്രായേലികളെ തന്നെ അവിടുത്തെ പോലീസ് അടിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ ഇന്നലെ പുറത്തോട്ട് വന്നത് നമ്മൾ കണ്ടു. I can't believe at one point I want to visit. അവിടുന്ന് ഓടിപ്പോകുന്ന ആംബുലൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടോ, എത്ര പേര് മരിച്ചു, പുറത്തോട്ട് വരാത്തത് കൊണ്ടാണ്. പക്ഷേ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 2 സംഘികൾ വന്നിട്ട് ബങ്കറിന്ന് ഇടക്ക് പുറത്തിറങ്ങിയിടുന്ന വീഡിയോസ് അല്ല, ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും വളരെ കത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥ തന്നെയുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പം യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. അപ്പം ആയുധം കൊണ്ട് മാത്രമല്ല, ട്രേഡുകൾ കൊണ്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും ഒക്കെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ള ചില അപ്ഡേറ്റും കാര്യങ്ങളാണ്. മറ്റു വല്ലതും വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ശരി.